ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വിന്നിൻ ലൈഫ് ഏജ് അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ചാണ്. അതിലെ ആദ്യത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ ആദ്യം നോക്കുന്നത് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1604 കോഴിക്കോട് സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇതിന് നേതൃത്വം വഹിച്ച ഡച്ച് അഡ്മിറലാണ് സ്റ്റീവൻ വാൻഡർ ഹാങ്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചി, കൊല്ലം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളും പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളും തമ്മിൽ മാറിപ്പോകരുത്. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു. എന്നാൽ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം ഡച്ചുകാർ പിടിച്ചെടുത്തത്. അത് 1663 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻഗോയൂൻസ്. പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷമാണ് 1789. 1663 ഡച്ചുകാർ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും അത് പുതുക്കിപ്പണിയുകയും ചെയ്തു. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമാണ് കുളച്ചൽ. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള കുളച്ചൽ പ്രദേശം മാർത്താണ്ഡവർമ്മ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ അനന്തരഫലമായിട്ടാണ് കുളച്ചൽ യുദ്ധം ഉണ്ടായത്. കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണപ്രവർത്തനങ്ങൾ രാഷ്ട്രീയം, സൈനികം എന്നിങ്ങനെ കൃത്യമായിട്ട് വിഭജിച്ചിരുന്നു. ഡച്ചുകാരുടെ പ്രധാന കയറ്റുമതി ചരക്കുകൾ കുരുമുളക്, പരുത്തി, കൂടാതെ തുണിത്തരങ്ങൾ, ഏലം എന്നിവയായിരുന്നു. ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷൻസാണ് ഉപ്പ് നിർമ്മാണം, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി, തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം, തുണിക്ക് ചായം മുക്കൽ. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. അത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ഡച്ചുകാരായിരുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ തരും, 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ എന്താണ് ശരിക്കുള്ള ഉത്തരമെന്ന് നമുക്കറിയാം. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പോർച്ചുഗീസുകാരുടെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് തൂഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി. അതുപോലെ തന്നെ ഡച്ചുകാരുടെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിനാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് അഡ്മിറൽ വാൻ റീഡ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷമാണ് 1678 1703 ഇടയിൽ. 12 വാല്യൂകളായിട്ടാണ്
ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്. എന്നാൽ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവസാന വൃക്ഷമാണ് ആൽ. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. കൂടാതെ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിക്കും. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1753 മാവേലിക്കര ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ: തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഡച്ചുകാർ ഇടപെടരുത് എന്നും തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെത്തിച്ചേർന്ന മൂന്നാമത്തെ യൂറോപ്യൻ ശക്തികളാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരെ നമ്മൾ വിളിച്ചിരുന്ന വിളിപ്പേരാണ് വെള്ളക്കാർ. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ കച്ചവടം നടത്തുന്നതിനു വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റാണ്. മദ്രാസ്, കൊൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് വാണിജ്യ കേന്ദ്രമുണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി കൊടുത്ത മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ഇമ്പോർട്ടൻ്റാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി കൊടുത്ത മുഗൾ ഭരണാധികാരി ജഹാംഗീർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന പണ്ടകശാലകളായിരുന്നു വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഏതൊക്കെയാണ്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഇത് 3 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന പണ്ടകശാലകൾ. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് ഭരണാധികാരിയാണ് രാമവർമ്മ. ആരായിരുന്നു? രാമവർമ്മ. ബ്രിട്ടീഷുകാർ തലശ്ശേരി കോട്ട നിർമ്മിച്ച വർഷമാണ് 1708. 1790 ബ്രിട്ടീഷുകാർ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇമ്പോർട്ടൻ്റാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ ജോൺ മൺറോ. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മലബാർ. ഏതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം? മലബാറാണ്. ഇത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഫലമായിട്ടാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. നെക്സ്റ്റ് കേണൽ ജോൺ മൺറോനെ കുറിച്ചുള്ള പോയിൻറ്റ്സ് ആണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക എന്നിവ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്തു. അതേപോലെ തുണിത്തരങ്ങളും മണ്ണെണ്ണ, പുകയില, പഞ്ചസാര കൂടാതെ ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തു. കയറ്റുമതി ചെയ്തതും ഇറക്കുമതി ചെയ്തതും ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വയ്ക്കണം. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ആരാണപ്പോൾ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ഭേദഗതി ചെയ്തത്? ബ്രിട്ടീഷുകാരാണല്ലേ. ഇന്ത്യയിൽ റോഡ്, പാലം, റെയിൽപാളം എന്നിവ നിർമ്മിച്ചതും ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റെയിൽപാത നിർമ്മിച്ചതും ബ്രിട്ടീഷുകാരാണ്. ഇത് 1861 ചരക്ക് ഗതാഗതം എളുപ്പമാക്കാൻ തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലുണ്ടായിരുന്ന തുറമുഖങ്ങളാണ് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ വളർച്ച. മലബാറിൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അതിൻ്റെ വ്യവസ്ഥയാണ്
ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. കൊച്ചിയിൽ 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി. ഇത് കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. തിരുവിതാംകൂറിൽ 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1805 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി. അതിൻ്റെ വ്യവസ്ഥ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായി മാറി. അടുത്തത് ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇതിൽ പറയുന്ന കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. PSC ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചതുമാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. ഇത് തയ്യാറാക്കിയത് ആഞ്ചലൂസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണൂസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്തതാണ് മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS അവരുടെ പ്രവർത്തന മേഖലയായിരുന്നു തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി CMS അവരുടെ പ്രവർത്തന മേഖലയാണ് കൊച്ചി തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മലബാറായിരുന്നു അവരുടെ പ്രവർത്തന മേഖല. നാലാമതായി അല്ലെങ്കിൽ അവസാനമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാന യൂറോപ്യൻ ശക്തികൾ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട്. ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു മാഹി, കാരയ്ക്കൽ, യാനം, പോണ്ടിച്ചേരി. മറക്കരുത്, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് മാഹി, കാരയ്ക്കൽ, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമാണ് 1954. ഈ വീഡിയോയോടുകൂടി യൂറോപ്യന്മാരുടെ വരവ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഇവരെ കുറിച്ചിട്ടുള്ള മാക്സിമം പോയിൻ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.